എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ കുർത്തി ആണെങ്കിലും പിന്നെ കുട്ടികൾക്കുള്ള ഫ്രോക്ക് ആണെങ്കിലും സ്കേർട്ട് ആണെങ്കിലും ഒക്കെ അംബ്രല കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാറുണ്ടല്ലേ. അംബ്രല കട്ട് കുർത്തി, അംബ്രല കട്ട് ഫ്രോക്ക്, പിന്നെ സ്കേർട്ടൊക്കെ തയ്ക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ താഴത്തെ സൈഡ് സാധാരണ തയ്യൽ മെഷീനിൽ നമ്മൾ തയ്ക്കുമ്പോൾ ചിലപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരാറില്ല. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ആ സ്റ്റിച്ചൊക്കെ നീറ്റായിട്ട് വരാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഓവർലോക്കുള്ള മെഷീൻ ഒക്കെ ഉണ്ടെങ്കിൽ ടേബിൾ ടോപ്പ് മെഷീനിലൊക്കെ ഓവർലോക്കിൻ്റെ ഇതുണ്ട്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ നമുക്ക് സൈഡ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടും ഓവർലോക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ. ഞാനിപ്പോൾ പറയുന്നത് സാധാരണ നമ്മൾ നോർമൽ മെഷീനിൽ സൈഡ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം എന്നാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്ന മെത്തേഡ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫുൾ സർക്കിളായിട്ടും അംബ്രല കട്ട് ചെയ്യാറുണ്ട്, ഹാഫ് സർക്കിളായിട്ടും അംബ്രല കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടായിട്ട് മടക്കിയിട്ടാണുള്ളത്. എന്നിട്ട് ഞാനിതിനെ ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് മടക്കി കൊടുക്കുവാണ്. ഇതിപ്പോൾ ഹാഫ് സർക്കിളിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഫ് സർക്കിൾ അംബ്രല കട്ടിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മടക്കി കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഫുൾ സർക്കിളാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം രണ്ടായിട്ട് മടക്കി കൊടുക്കും, എന്നിട്ട് ഒന്നും കൂടി ഇതുപോലെ മടക്കും. അങ്ങനെ 4 ആയിട്ടാണ് മടക്കി കൊടുക്കാറുള്ളത്. അപ്പോൾ ഫുൾ സർക്കിളിനായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ അരയുടെ വണ്ണം മാർക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അത് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഹാഫ് സർക്കിളിലേക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന രീതി ഹാഫ് സർക്കിളിനും ഫുൾ സർക്കിളും സെയിം ആണ്. സെയിം രീതിയിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഹാഫ് സർക്കിളിനാകുമ്പോൾ നമുക്ക് ഇവിടെ ഓപ്പൺ എങ്ങനെ എവിടെ ഓപ്പൺ വന്നാലും നമുക്ക് കുഴപ്പമില്ല. ഫുൾ സർക്കിൾ ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ഈ സൈഡ് നമുക്ക് ക്ലോസ്ഡ് ആയിട്ട് തന്നെ വരണം കേട്ടോ. ഈ സൈഡ് ക്ലോസ്ഡ് ആയിട്ട് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇതുപോലെ മടക്കിയതിന് ശേഷം കറക്റ്റായിട്ട് ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് അരയുടെ വണ്ണം മാർക്ക് ചെയ്യണം. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അരയുടെ വണ്ണം മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ഉദാഹരണത്തിന് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ റൗണ്ടായിട്ട് ഈ 4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ റൗണ്ടായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് എടുക്കാം കേട്ടോ. ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴത്തേക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ടേപ്പ് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് വേണം മാർക്ക് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഈ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത് കറക്റ്റ് ആയെങ്കിൽ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വരികയുള്ളൂ. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് എടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ക്ലോസ്ഡ് ആയിട്ടാണ് ഉള്ളത്, ഓപ്പൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ താഴത്തെ സൈഡ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ താഴത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ സാധാരണയായിട്ട് നമുക്ക് എത്ര ചെറുതായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നു അത്രയും ചെറുതായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്താലാണ് ഇത് കാണാനായിട്ട് ഭംഗി. അപ്പോൾ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ഇഞ്ച് ആവോളാണ് കേട്ടോ ഞാനിപ്പോൾ മടക്കി കൊടുത്തിരിക്കുന്നത്. 1/4 ഇഞ്ച് ഇതുപോലെ ഒറ്റ ഒരു മടക്കി കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഫുള്ള് ഈ 1/4 ഇഞ്ച് മാത്രമേ മടക്കി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരുപാട് മടക്കി കൊടുക്കരുത്. കറക്റ്റായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കുക. കൈയൊക്കെ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ആ റൗണ്ടായിട്ട് വരുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇങ്ങനെ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തത് ഒരിക്കലും അപ്പോൾ നമുക്കത് നീറ്റായിട്ട് വരില്ല. ഇതുപോലെ തുണിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1/4 ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. ഇതുപോലെ നീറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത്. ഇതുപോലെ നല്ല റൗണ്ടായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. നമ്മൾ ഈ മടക്കി കൊടുക്കുന്നത് 1/4 ഇഞ്ചിൽ കൂടുകയോ കുറയുകയോ ചെയ്യരുത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
കുറച്ച് കുറച്ചായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരുപാട് തന്നെ ഒറ്റത്തവണ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകരുത് കേട്ടോ, അപ്പോൾ നമുക്കത് നീറ്റായിട്ട് കിട്ടില്ല. പിന്നെ ഇത് വലിച്ചു പിടിച്ചിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അവിടെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടേ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ, വലിച്ചൊന്നും കൊടുക്കരുത്, വലിച്ചിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യരുത്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല. നമ്മൾ അംബ്രല്ല കട്ട് ചെയ്തത് കൊണ്ട് വലിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഒരു സ്റ്റിച്ച് ഇതുപോലെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. വീണ്ടും ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ മടക്കിയിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തത് പോലെ തന്നെ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ രണ്ടാമത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം ഒന്ന് ലോക്കിട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അറ്റത്തൂടെ വേണം കേട്ടോ സ്റ്റിച്ച് വീഴാനായിട്ട്. അപ്പോൾ ഇതുപോലെ അറ്റത്തൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമ്മളിവിടെ നീറ്റായിട്ട് തന്നെ താഴത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അയണും കൂടി ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ മടക്കിയിട്ട് താഴത്തെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് അതോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.